പെൻ ഹോൾഡർ ഒക്കെ എല്ലാ ടാബിലും ഉണ്ടാവും. നോർമൽ പെൻ ഹോൾഡർ മാറ്റിയിട്ട് ക്യൂട്ട് ആയിട്ടുള്ള പെൻ ഹോൾഡർ വെച്ചാൽ തന്നെ ആ ഡെസ്കിന്റെ വൈബ് അങ്ങോട്ട് മാറും. ക്യൂട്ട്നെസ് കൂടുന്തോറും എക്സ്പെൻസും കൂടും. അപ്പൊ പിന്നെ ഇതാ നല്ലത്. ഈ മഷ്റൂമിന്റെ പകരം നമുക്ക് വേണമെങ്കിൽ സ്ട്രോബെറി, അവക്കാഡോ അതുപോലെ ക്യൂട്ടായിട്ടുള്ള എന്തും വരക്കാം. എല്ലാതും നല്ല ഭംഗി ഉണ്ടാവും. ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ബോക്സ് കാണരുത്. അപ്പോഴാണ് അതിന്റെ ഫിനിഷിങ്. ഗോൾഗേറ്റിന്റെ ബോക്സ് എടുത്തോണ്ട് തന്നെ അധികം ഐറ്റംസ് ഒന്നും അതിൽ പോകും. അത്യാവശ്യമുള്ള പെന്നും പെൻസിലും സ്കെയിലും ഉണ്ടല്ലോ, അതൊക്കെ ഇടാം. സ്കൂളൊക്കെ തുറന്നിട്ട് 5 മാസമായി. ഇപ്പോഴാണോ നേരം വെളുത്തേന്ന് മാത്രം ചോദിക്കരുത്. ഇപ്പോഴാണ് ഇതൊന്ന് മോഡിഫൈ ഒക്കെ ചെയ്യാൻ തോന്നിയത്. അപ്പൊ ഇതുവരെ മോഡിഫൈ ചെയ്യാത്തവർക്ക് ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. പണ്ട് ഇതേ റഫിന്റെ ബാക്കിൽ എഴുതിയേക്കും, എന്നിട്ട് ആ റഫ് കാണണ്ടാവില്ല. പടച്ചോനെ തെരഞ്ഞെ കൊയങ്ങും. നിങ്ങൾക്ക് എപ്പോഴേലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിക്കണോ? അപ്പൊ ടൈം ടേബിളൊക്കെ എഴുതി ഫില്ല് ചെയ്ത് ഇത് വാളിൽ അങ്ങോട്ട് ഒട്ടിച്ച അങ്ങനത്തെ ഒരു അനുഭവമേ ഉണ്ടാവില്ല. സ്കൂളിൽ നിന്നൊക്കെ അസൈൻമെന്റും അതേപോലെ ഹോംവർക്കൊക്കെ തരൂലേ, ഇടയ്ക്കൊക്കെ മറക്കണത് സ്വാഭാവികം. അങ്ങനെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റിമൈൻഡർ ബോർഡ് ഉണ്ടാക്കാം. ഈ ചെക്ക് ആവുമ്പോൾ സിമ്പിൾ ഡിസൈൻ ആണല്ലോ. ഇനി ഇതിന് ഒന്നും കൂടി ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ വരച്ചുകൊടുക്കാം. ഇവിടെ ഞാൻ ബണ്ണിനെയും അതേപോലെ സ്ട്രോബെറിയാണ് വരച്ചുകൊടുക്കുക. ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി അസൈൻമെന്റ്സ് ഒക്കെ ഉള്ളത് എഴുതി വെക്കാനൊരു സ്റ്റിക്കി നോട്ടും കൂടി ഉണ്ടാക്കാം. സ്റ്റിക്കി നോട്ടും പണ്ണി തീമിൽ തന്നെയാണ്, ബ്ലൂ കളർ. ഇൻട്രസ്റ്റിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സ്റ്റിക്കി നോട്ട്സ് അടിച്ചു കൊടുത്താൽ കുറേ ഡിസൈൻസ് വരും. അതിൽ ഇഷ്ടമല്ലാതെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഈ ഡിസൈൻ എങ്ങനെയുണ്ട്? ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ കണ്ടേണ്. ഇനി എല്ലാതും ഇങ്ങനെ ലെയറാക്കി വെച്ചിട്ട് അതിന്റെ മേലെ പശ തേച്ച് ഒട്ടിക്കണം. ആ ക്ലിപ്പ് മിസ്സായിട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ടു ഡു ലിസ്റ്റ് ആയിട്ട് ഒട്ടിച്ചു വെക്കാം. അപ്പൊ ഒരു ലൈക്കൊക്കെ തന്നൂടെ? ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.